ഇപ്പോൾ മുകേഷിൻ്റെ കല്യാണമൊക്കെ ലോകം മൊത്തം ആഘോഷിച്ചില്ലേ. ഇപ്പം ഈ ഒരാളെ കൊണ്ടുവന്നു, സ്പോർട്സിൻ്റെ ഉണ്ടല്ലോ, മെസ്സി. നമ്മുടെ എൻ്റെ ഞാൻ പറഞ്ഞുതരാം. മെസ്സിക്ക് മുകേഷിൻ്റെ മോൻ കൊടുത്തത് $1.2 മില്യൺ വാച്ചാണ്. ഒരു വീട്ടിൽ പോയി കൊടുത്തത്. എത്ര കോടി രൂപ? ഇത് ഈ വാച്ചാണ് കൊടുത്തത്. ഇത് മെസ്സി ഇത് മോനും മോളും ഏഴ് കൊടുത്ത വാച്ച് 1.2. അപ്പോൾ അതാണ് അന്ന് അയാളുടെ കല്യാണത്തിന് വന്ന ആൾക്കാർക്കെല്ലാം ഇതുപോലെ എക്സ്പെൻസീവ് വാച്ചാണ് കൊടുത്തത്. വന്ന എല്ലാവർക്കും. അപ്പോൾ അത് ലോകത്ത് മൊത്തം എല്ലാവർക്കും വലിയ ആൾക്കാർക്കെല്ലാം ഇയാളായി ഈ വാച്ച് എല്ലാവരും സപ്ലൈ ചെയ്തത്. അപ്പോൾ വലിയ വാല്യൂ ആയി. ഈ റിച്ചിൻ്റെ വാല്യൂ ഇതാണ്, പൈസ കൂടുതൽ ചിലവാക്കുന്നത്. മുകേഷ് അത്ര ഇൻവെസ്റ്റ് ചെയ്തില്ല. അത് മുകേഷിൻ്റെ മകനും. ലോകത്തിലെ ബിസിനസിൻ്റെ ഒരു ജനറൽ സിനാരിയോ പറയാം. ലോകത്തിലെ പൊതുവേ ബിസിനസിൻ്റെ ഒരു സിനാരിയോയെ കുറിച്ചൊരു ചോദ്യമാണ്. അതായത് എല്ലായിടത്തും ഈ ചെറിയ യുദ്ധങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാറുണ്ട്, യുക്രൈൻ റഷ്യ വാറുണ്ട്, ഫലസ്തീനിലുണ്ട്. ഇത് ലോകത്തിൻ്റെ ഒരു ബിസിനസ് ഭൂപടത്തിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ പേടിപ്പിക്കുന്നതാണ്. എന്താണ് ആർക്കും പറയാൻ എന്ത് പറ്റുമെന്നുള്ളത്. എല്ലാവരും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഈ സമയത്ത് ഇപ്പോൾ അമേരിക്കയും ഇറാനുമായിട്ട് വേറെ ഉണ്ടാകുമെന്ന് പറയുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. മിഡിൽ ഈസ്റ്റ് പല കമ്പനികളും വലിയ റിച്ചസ്റ്റ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അമേരിക്ക ഷെയറിൽ. അത് ആരെങ്കിലും മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. അപ്പോൾ വലിയ എമൗണ്ട് ആരും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഈ കാരണം കൊണ്ട്. ഇറാൻ അറ്റാക്ക് എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതെ. അപ്പോൾ അതൊരു ത്രെട്ട് തന്നെയാണോ ഇൻവെസ്റ്റ്മെൻറ്റ്? നമുക്ക് ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് അതിലൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധ്യതയുണ്ട്, 90% സാധ്യത ഉണ്ട് അറ്റാക്ക് ഉണ്ടാവും. 90%, 10% ഉള്ളിൽ മാറ്റം ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുമോ? ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. എല്ലാത്തിനും റിസ്ക്. ഈ ബിസിനസ് എല്ലാം റിസ്ക്കാണ്. ഈ എമൗണ്ട് കൂടിയ ഏറ്റവും വലിയ റിസ്ക്കാണ്. ഇപ്പം നമുക്ക് 10,000-15,000 രൂപ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതനുസരിച്ച് ഇൻഷുറൻസും സ്കീമും ഇപ്പോൾ ഒരു വാറുണ്ടായി നമ്മൾ ഇത്രയും ആൾക്കാരെ പെട്ടെന്ന് പറഞ്ഞു വിടണം. പണ്ടത്തെ ഈ ഇറാഖ് വാർ വന്നപ്പോൾ ഞങ്ങൾ ആൾക്കാരെല്ലാം വിടേണ്ടി വന്നു, ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട്. ഒരു വാറുണ്ടായ ആൾക്കാർ വഴക്കുണ്ടാക്കി എത്രയും വേഗം ഈ വീട്ടിലെത്തണം. വൻ നഷ്ടം ഉണ്ടാവും. ഒരു വാറുണ്ടാവും ഉറപ്പായിട്ട്. ഇതെല്ലാം ഒരു റിസ്ക്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ വേണമെങ്കിൽ എത്ര ഫ്ലൈറ്റ് വേണം എന്ന് ചാർട്ടർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ ആ ടൈമിൽ എപ്പോഴും ഫ്ലൈറ്റിൻ്റെ ചാർട്ടർ ചെയ്യുന്ന റേറ്റ് കൂടിയിരിക്കും. നേരത്തെ പറഞ്ഞത് ഈ അംബാനിയുടെ കല്യാണത്തിന് വന്നവർക്കൊക്കെ വാച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഭയങ്കര വലിയൊരു കല്യാണമായിരുന്നു. അതുപോലെ തന്നെ അതൊരു ഇതായിട്ട് വരികയാണ്. കാശുള്ളവർ ഭയങ്കരമായിട്ട് കല്യാണം സ്ഥലം. പക്ഷെ അതൊരു ദൂർത്താണെന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് നമ്മുടെ ഇതിൽ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്തിനാ ചെലവാക്കുന്നത്? അതൊരു ഷോ ആണ്, വെറും ഷോ ആണ്. പേരെന്തുവാ? കിരൺ. ഒരാൾ ഈ നമ്മൾ ഈ നാട്ടിലുള്ള പണ്ട് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നത്, അതാണത്. ഈ ഗിഫ്റ്റ് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ അതനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ, അല്ലാത്ത കൊടുക്കില്ല. ഈ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എങ്ങനെ സാധാരണക്കാർക്ക് കിരണോ എനിക്ക് കിട്ടത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം, അവർക്ക് ഇത് കൊടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വെളിയിലേക്ക് ഒരാഴ്ച ഒരു ടൂറ് ഇന്ത്യയിൽ അവിടെ വിട്ട് താമസിക്കുക, അവിടെ പഴയ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുക. ഇത് പേപ്പർ കാണുന്ന അല്ലാതെ എത്ര വെച്ച് കൊടുക്കും? അങ്ങനെ വരുള്ളൂ. ഇതെല്ലാം ബിസിനസ്സാണ്. അല്ല, ബിസിനസ്സില്ലാതെ ആരും ഗിഫ്റ്റ് ഒരു വാച്ച് ആർക്കും കൊടുക്കില്ല. വരുന്നുണ്ട്. എങ്കിൽ തന്നെയും എനർജിയായി ഇപ്പോഴും സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇപ്പം ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ളത് മിഡിൽ ഈസ്റ്റിൽ ഖത്തറാണ്. ഇപ്പം നമുക്കുള്ള അടുത്ത 10 വർഷത്തേക്ക് പ്രോജക്റ്റുകളുണ്ട്, ഇനിയും വന്നുകൊണ്ടേയിരിക്കുക. ഗ്യാസിന് ഹൈ ഡിമാൻഡാണ് ഇപ്പോഴും. ഇലക്ട്രിക് ഉണ്ടായി. ഇപ്പം യൂറോപ്പിലൊക്കെ ഗ്യാസ് ഇല്ലാതെ തീ എത്തിക്കാൻ പറ്റില്ല. അത് ഉണ്ടാവും, എത്ര വർഷം ഉണ്ടാക്കേണ്ടിയിരിക്കും. ഉണ്ടാക്കേണ്ടിയിരിക്കും, ഒരിക്കലും നിൽക്കത്തില്ല.
പിന്നെ പെട്രോളിന് ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ഗ്യാസ് വേണ്ടി വരും. അവിടെയൊക്കെ ഈ പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ട് സൗദിയിലൊക്കെ, ഇഷ്ടം പോലെ. ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും ഗൾഫിൽ മാറ്റം ഉണ്ടാവില്ല. ഇഷ്ടം പോലെ പല മൊത്തം ഗോൾഡ് റിസർവ് ആണുള്ളത്. ഒക്കെ പുതിയ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പുതിയത് ഇപ്പോൾ കഴിഞ്ഞ മാസം $50 ബില്യൺ റിസർവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് സൗദിയിൽ മാത്രം. അതുപോലെ ഇറാനിലും ഉണ്ട് ഇഷ്ടം പോലെ ഗോൾഡ് റിസർവ്. ഗൾഫ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, കാരണം ഗൾഫ് തീർന്നു ഗൾഫ് ഇമ്പ്രൂവ് ചെയ്യും ഉറപ്പായിട്ട്. ഇപ്പം ഈ ദുബായിലെ ഒരു വീട് കിട്ടാനില്ല. കംപ്ലീറ്റ് അമേരിക്ക, യൂറോപ്പ് ആൾക്കാരെല്ലാം ഷിഫ്റ്റ് ചെയ്യുക ദുബായിലേക്ക്. എന്ന് വെച്ചാൽ സേഫ്റ്റി നല്ലത്. പിന്നെ ടാക്സ് ഇല്ല. ഇത് ഇന്ത്യയിലെ എല്ലാ റിച്ചസ്റ്റ് ആൾക്കാരും താമസിക്കുന്നത് ദുബായിലാണ്, അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ദുബായിലാണ്. ലോകത്തിൻ്റെ തന്നെ ഒരു ഖജനാവാണല്ലേ മിഡിൽ ഈസ്റ്റ്. വിശ്വസ്തയാണ്. എത്ര വേണമെങ്കിലും ഇപ്പം നമുക്കൊരു നമ്മളറിയാം ഒരു പൈസ ആണെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ പെട്ടെന്ന് അയച്ചു തരും. ആ വിശ്വസ്തയാണ്. ഒരിക്കലും ഗൾഫിലെല്ലാം ഇനി ഫുൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തേ ഉള്ളൂ എല്ലാ സ്ഥലത്തും. അവിടെ ഒരു വീടിന് ഈ മുകേഷിൻ്റെയൊക്കെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു 1000 മില്യൺ ദിർഹം, 1000 × 225 അത്രയാവും വരുന്നുണ്ട്. അവരുടെ ഹെലികോപ്റ്ററിൽ പോകും, താമസിക്കും, പോവും. ഓയിൽ ഇൻഡസ്ട്രി തന്നെയാണോ ഇനി അങ്ങോട്ട് റൂൾ ചെയ്യാൻ പോകുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പം അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കുക എന്താ വേണമെന്ന്. അതനുസരിച്ച് ലോകം പോകുന്നത്. വേറെ ആർക്കും ഒന്നുമില്ല. അവർ തീരുമാനിക്കുക എന്താ വേണം അല്ലേ. അപ്പോൾ അവരെടുത്തു. ഇനിയിപ്പം വേണം ഇത് പല രാജ്യങ്ങളും വിചാരിച്ചാൽ അപ്പം എടുത്തിരിക്കും. അവർ ചോദിക്കും, പണ്ട് ഈ ചൈനയോ റഷ്യ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല. ഇപ്പം ഇത് നടക്കുമോ? അയാൾ ബിസിനസ് മാനാണ്, അല്ല ഈ ട്രംപ്. ആ ബിസിനസ്സാണ് മെയിൻ. നമുക്കറിയാം, അയാളുടെ മകന് ഞാൻ നല്ല എളുപ്പമാണ്, ബിസിനസ് വളരെ എളുപ്പമാണ്. അവരോട് ഡീൽ ചെയ്താൽ വെരി ഈസി ബിസിനസ്, ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റും. നല്ല ബ്രദർലി ബന്ധമാണ്, അല്ലാതെ നല്ല ബിസിനസ് ബന്ധമില്ല, ബ്രദർലി ഉള്ള ബന്ധമാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളം ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ ഒരു അസറ്റാണല്ലോ എല്ലാ റോയൽ ഫാമിലിയായിട്ട് നല്ല അടുപ്പവും ഇതുകൊണ്ട് നല്ല ഇതാണ്. രണ്ടുപേരും സക്സസ്ഫുൾ ആണ്, വളരെ സക്സസ്ഫുൾ ആണ്. പേഴ്സണാലിറ്റീസ് തമ്മിൽ എവിടെയാണ് പൊരുത്തം, എവിടെയാണ് വ്യത്യാസം? ഞാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ. യൂസഫ് അലി പിന്നെ എനിക്കറിയാൻ പറ്റും. മൂന്നാമത് ഒരാൾ പറഞ്ഞല്ലേ, എങ്കിലേ പറയാൻ പറ്റുള്ളൂ. സാറിന് പണ്ട് കാറ് ഒരാൾ സൗദിയിൽ തരാൻ ഒരു മടി കാണിച്ചെന്ന് പറഞ്ഞു. അതെ, ഇന്നിപ്പോൾ സാർ വേൾഡ് ലിമിറ്റഡ് എഡിഷൻ 25 കാസിലൊന്ന് അത് ഈശാകാരൻ കിട്ടിയില്ല, ആരും കിട്ടിയിട്ടില്ല. ഇപ്പം എന്നാ കാർ വിറ്റാൽ അതിൻ്റെ 3 ടൈം പ്രൈസ് തരുന്ന ആൾക്കാരുണ്ട്. ഫാൻസിയാണോ കാറ്? പിന്നെ അതുപോലെ ഈ ആൾക്കാർ നോക്കും നിങ്ങൾ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്, സാധാരണ നോക്കുന്നത്. ഇപ്പം ഇനി ഇവിടെ ഈ അടുത്ത വർഷം തൊട്ട് ഇവിടെ വണ്ടികളുടെ വിലയായിരിക്കും. യൂറോപ്യൻ പ്രൈസ് 50% കുറയും ടാക്സിൻ്റെ. ഇഷ്ടംപോലെ വണ്ടികളും. ഈ ഏറ്റവും നല്ല വണ്ടികൾ മെർസിഡീസാണ്. സേഫ്റ്റി അതാണ് പ്രധാനപ്പെട്ടത്. ഉണ്ട്. പ്ലെയിന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആരും വാങ്ങിച്ചാൽ യാത്ര സമയം ലാഭിക്കാനും സേഫ്റ്റിയും. ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ എയർപോർട്ടിൽ പോയി 2 മണി ഇരിക്കേണ്ട, നേരെ പ്ലെയിനിൽ വന്ന് എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞ് പോരാം. അപ്പോൾ ഭയങ്കര സമയം ലാഭം. പിന്നെ പ്രൈവസി അതാണ്. പിന്നെ സാർ കൊല്ലത്തുകാരനായതുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. കൊല്ലക്കാരൻ വീട് എവിടാ? അല്ല എൻ്റെ അല്ല ചോദിച്ചാൽ എവിടെ വീട്? എൻ്റെ എറണാകുളത്ത്. ആ ഓക്കെ. എറണാകുളമല്ലേ? ഒറിജിനൽ എവിടാ? എറണാകുളം തന്നെ. ആണോ? അച്ഛൻ എറണാകുളം. ആണോ? ഓക്കെ. ആ, ഈ കൊല്ലമായിരുന്നു കാശുവിൻ്റെ ഒരു. അതെ, നമ്മളായിരുന്നു ലോകത്ത് കശുവണ്ടിക്ക് ആദ്യം തുടങ്ങുന്നത്. ഇന്നിപ്പോൾ അതൊരു വലിയൊരു ക്രൈസിസ് ഇല്ല. സാറിന് എന്താ തോന്നുന്നു, എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്? ചില ഈ ആഫ്രിക്കൻ സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടം പോലെ കാശ് ചീപ്പായിട്ട് കിട്ടും. അത് മൊത്തം മല പോലെ. ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് വേറെ ബിസിനസ് വേണ്ടി. അവിടെ വളരെ ചീപ്പായിട്ട് ക്യാഷ് കിട്ടും. അത് ഇവിടെ വന്ന് പ്രോസസ്സ് ചെയ്താൽ ഇവിടെ ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഒറ്റ കാരണം. നമ്മുടെ ഫാക്ടറീസ് പ്രോസസ്സിങ് നമ്മൾ
ഇപ്പോൾ വിയറ്റ്നാം നമ്മൾ ഓവർടേക്ക് ചെയ്തു. അത് നമ്മൾ എന്തെങ്കിലും ഒരു കൾച്ചറൽ പ്രശ്നമാണോ? കൾച്ചർ പ്രശ്നമല്ല, നമ്മുടെ ഒന്നാമത് എക്സ്പെൻസീവ്, നമ്മൾ എക്സ്പെൻസീവ്. ഇവിടെ റാ മെറ്റീരിയൽ ഇല്ല. പണ്ട് റാ മെറ്റീരിയൽ ഇവിടെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് ആഫ്രിക്കയിൽ നിന്ന് വേണം, നമ്മുടെ ആയാലും ആഫ്രിക്കയിൽ നിന്ന് കിട്ടുന്നത്. അതാണ് കാരണം. പിന്നെ വേറെ സാധനം പറഞ്ഞ സാറിൻ്റെ ഭക്തിയാണ്. ഭക്തിയെ കുറിച്ച് അതെ തിരുപ്പതി. അതെ അതെ, എനിക്ക് തിരുപ്പതി അറിവുണ്ടായിരുന്നു. ഞാൻ സൗദി പോയി ആദ്യത്തെ വർഷം അതുകൊണ്ട് സിംഗപ്പൂരിൽ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ പോകുമ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ ഇത് പൂജിക്കുന്നു. എന്താണ് അത് ചൈനീസാണ്. അമ്പലത്തിൽ പൂജിക്കുന്നുണ്ട്. അമ്പലം അവരുടെ കടയിൽ ഈ കട തുറക്കുന്നുണ്ട്. അപ്പോഴാണ് തിരുപ്പതി, അങ്ങനെയാണ് ഈ തിരുപ്പതി പോയത്. അന്ന് മുതൽ എൻ്റെ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ, അന്ന് തിരുപ്പതിയില്ല. അപ്പം എല്ലാ വർഷവും ഈ സെപ്റ്റംബർ 2 ഞാൻ തിരുപ്പതി പോയിരിക്കും. അതൊരു ഒരു വിശ്വാസമാണ്. അത് ഗുരുവായൂർ വരുമ്പോൾ സമയം കിട്ടുമ്പോൾ ഈശ്വരനില്ലെങ്കിൽ നമ്മളാരും ഒന്നുമില്ല. ഈശ്വരൻ ഒരു ആ ഒരു വിശ്വാസം നമ്മൾ, അതാണ് അതിൻ്റെ മെയിൻ കാരണം. പക്ഷെ അതുകൊണ്ട് ഇതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ആ വിശ്വാസം കൊണ്ട്. ഈ ഈശ്വരനെ വിശ്വസിച്ചുള്ള ദോഷം വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കള്ളം പറയാൻ പറ്റില്ല. പറയുമ്പോൾ ഈശ്വരൻ എന്താ വിചാരിക്കില്ലേ, ഒരു പേടിയുണ്ടാവും. ഒരു ഈശ്വര വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ആരെയും പിടിക്കത്തില്ല. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ അവിടുത്തെ ആൾക്കാർക്ക് മലയാളികളോടും കേരളത്തിനോടുള്ള പൊതുവെ ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടോ? വളരെ മാറ്റമുണ്ട്. വളരെ മാറ്റമാണ്. ഇന്ത്യ അവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നല്ല ആൾക്കാരാണ്, ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ദുബായിലും അബുദാബിയിലൊക്കെ എല്ലാം കേരളക്കാരല്ലേ ഉള്ളൂ. ഇന്ത്യക്കാരല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ. അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ട ഈ ആദ്യം പാലസിലൊക്കെ ജോലി ചെയ്യുന്നത്, കിച്ചണിൽ ജോലി ചെയ്യുന്നത് കോഴിക്കോടുകാരാണ്. അവരാണ് ഈ ബേസ് നമ്മുടെ പണ്ടത്തെ കാലത്ത് ഷിപ്പിലൊക്കെ പോയി അപ്പോൾ അവിടെ ആ വിശ്വാസം അവരുണ്ടാക്കി. എൻ്റെ കുക്കും ഇതൊക്കെ ആയിട്ട് പണ്ട് ആ വിശ്വാസം കൊണ്ടൊക്കെ നമ്മളിവിടെ പോകാൻ സാധിച്ചത്. ഒരുത്തൻ തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ നമ്മളെ കയറത്തില്ല അങ്ങോട്ട്. പറഞ്ഞാൽ കറക്റ്റാണല്ലേ. അന്ന് ഈ അറബികളുടെ എല്ലാ വീട്ടുകളും ഗൾഫിൽ ഈ കോഴിക്കോട് സൈഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ പാലസിലും അവർ പറയുന്ന വലിയ വാല്യൂ ആണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന വാല്യൂ ആണ് അവിടുത്തെ മെയിൻ ഇത് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഒരു സ്വന്തം കുടുംബം പോലെ അവർക്ക് അത്ര ആത്മാർത്ഥമുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അത്ര ആത്മാർത്ഥതയാണ്. ഇപ്പോൾ ഇത് ഓവർ ദ ഇയേഴ്സിന് മാറിയിട്ടുണ്ടാവില്ലേ? അതെ, ഇത്രയും വർഷം കൊണ്ട് അത് മാറിയിട്ടുണ്ടാവില്ലേ? അതൊരു അങ്ങനെ അല്ലേ. ഇപ്പോൾ മലയാളികൾക്ക് പൊതുവിൽ നല്ല അക്സെപ്റ്റൻസ്, നല്ല ഏറ്റവും എല്ലാവരും ഇപ്പോൾ റിച്ച് ആണെന്നുള്ള ധാരണയാണ്. ഇപ്പം മുകേഷിനെയും പിന്നെ നമ്മുടെ ഇപ്പോൾ ആളാണ് എല്ലാ ധാരണയും.